അപ്പൊ ഇന്നലെ ഡൽഹിയിൽ ഒരുപാട് നാടകീയ രംഗങ്ങൾ അരങ്ങേറി. എല്ലാവരും അത് വാർത്തയിലും സോഷ്യൽ മീഡിയയിലും കണ്ടുകൊണ്ടായിരിക്കും. നമ്മുടെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിനെ മോദിയുടെ വസതിയുടെ മുമ്പിൽ നിന്ന് പോലീസ് വലിച്ചടച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അപ്പൊ അതിലേക്ക് കിടക്കാം, രാഹുൽ ഗാന്ധിയുടെ ഡോഗ് ഷോനെ കിടക്കാം. അതിന് മുമ്പ് തന്നെ അപ്പൊ അതിനോടനുബന്ധിച്ച്, അതായത് പ്രധാനമന്ത്രിയുടെ വീടിന് മുമ്പിൽ പ്രതിഷേധം നടത്തിയതിന് ഒരു പ്രതിഷേധമായിട്ട് നമ്മുടെ BJP കേരളത്തിൽ മറ്റേ രാജീവ് ചന്ദ്രശേഖരും VV രാജേഷും കൂടിയിട്ട് കേരളത്തിൽ KPCC ഓഫീസിന് മുമ്പിലേക്ക് പ്രതിഷേധം എന്നിട്ട് പോലീസിന്റെ ബാരിക്കേഡ് തല്ലി കയറുക. അല്ല, ഇവര് എന്തൊരു ഉദ്ദേശിക്കണമെങ്കിൽ മലയാളികൾക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല. അതായത് മോദിയുടെ വസതിക്ക് മുമ്പിൽ അവിടെ സമരം ചെയ്തതിന് ഇവിടെ അലമ്പുണ്ടാക്കുക. അതുപോലെ തന്നെ കുറെ കോൺഗ്രസ് പിള്ളേരും, അതായത് മറ്റേ അവിടെ രാഹുൽ ഗാന്ധിനെ അറസ്റ്റ് ചെയ്തതിന്റെ പേരിൽ കേരളത്തിൽ സമരം ചെയ്യണ്. എന്ത് പോകുന്നുണ്ട് ഇവർക്ക്? SFIയുടെ പിള്ളേരും കുറച്ച് ചെയ്യുന്നു. പക്ഷേ SFIയുടെ പിള്ളേർ അവിടെ ഡൽഹി പോയിട്ട് സമരം ചെയ്തു. ഈ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് നട്ടലിന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഡൽഹി പോയിട്ട് സമരം ചെയ്യും. എന്നിട്ട് ഇവിടെ കേരള പോലീസ് ഒന്നും ചെയ്യില്ല എന്ന് ഇവർക്കറിയാം. കഴിഞ്ഞ 10 വർഷമായാലും ഇപ്പോഴായാലും കേരള പോലീസൊക്കെ എത്രത്തോളം മാന്യതമായിട്ട് പെരുമാറണമെന്ന് ഇപ്പൊ ആൾക്കാർക്ക് മനസ്സിലായിണ്ടോ? ഡൽഹിയിൽ പിള്ളേർക്ക് തല്ലിയിട്ട് കയ്യും കണക്കില്ല. പറഞ്ഞ മനസ്സിലായ? പണ്ട് പിണറായി വിജയന്റെ പോലീസ് 2 തല്ലല്ലേ ഇപ്പൊ എന്തായിരുന്നു? ഡൽഹിയിലത്തെ വീഡിയോ ഒന്നും നമ്മുടെ നിങ്ങൾ വാർത്തയിലൊന്നും കാണിക്കില്ല. അത് പ്രത്യേകിച്ച് ഏഷ്യാനെറ്റിലൊന്നും ഒട്ടും കാണിക്കില്ല. പറഞ്ഞ മനസ്സിലായില്ലേ? ഇന്നലെ ഞാൻ മറ്റേ ഒരു അഭിജിത്ത് ദീപ്ക്ക്, അതായത് CJPയുടെ സ്ഥാപകന്റെ ഒരു വാർത്താ സമ്മേളനം പോലെ അങ്ങനെ സംസാരിക്കുന്നത്. അടുത്ത് ജോൺ ബ്രിട്ടാസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതില് ഇവന്റെ ഈ എന്താ പറയാ ഡൽഹിയിൽ ഇവന്റെ ബിറ്റ് എടുക്കാൻ വന്നതില് ഭൂരിഭാഗം 80% കേരളത്തിലെ മാധ്യമങ്ങൾ, വേറെ ഹിന്ദി ഗോതി മീഡിയ ഒന്നും അവന്റെ ഒരു സാധനം കവറേജ് ചെയ്യില്ല. അപ്പൊ കേരളത്തിലത്തെ മറ്റേ റിപ്പോർട്ടർ, 24, ബിഗ് TV, മനോരമ, മാതൃഭൂമി, അല്ലെങ്കിൽ ന്യൂസ് 18 ഇല്ല അതുകൊണ്ട് ന്യൂസ് മലയാളം, അപ്പൊ ഇങ്ങനത്തെ മാധ്യമങ്ങളൊക്കെയാണ് സപ്പോർട്ട് വരുന്നത്. അതില് ജനൻ ടിവിയും ഏഷ്യാനെറ്റും ഇല്ല. ഇതൊക്കെ ആൾക്കാര് മനസ്സിലാക്കുക, ജനങ്ങൾക്ക് ആയിട്ടില്ലേ. ചില നിഷ്പക്ഷർ എന്ന് പറയുന്ന മാധ്യമങ്ങളിലൊക്കെ തനി നിറം ഇപ്പൊ മനസ്സിലാവും. അപ്പോ അതില് ഇവരില്ല. ഒപ്പം തന്നെ ഈ ആരെ സപ്പോർട്ടിന് വരുന്നത്, ഈ അഭിജിത്ത് ദീപ്കയ്ക്ക് സപ്പോർട്ടിന് വരുന്നതൊക്കെ മലയാളികളെ കൂടുതലും. ഈ CJPയുടെ പിള്ളേര് തല്ല് വാങ്ങി ഓടിയത് എവിടേക്കാ? ഡൽഹിയിലത്തെ കേരള ഹൗസിലേക്കാ. പറഞ്ഞ മനസ്സിലായില്ലേ? MA ബേബിയും അല്ലെങ്കിൽ CPMന്റെ പ്രവർത്തനമാണ് അവർ സപ്പോർട്ട് കൊടുത്തത്. ഇന്നലെ രാഹുൽ ഗാന്ധി ഒന്ന് പട്ടിഷോ കാണിച്ചു പോയി, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒപ്പം തന്നെ ആൾക്കാർ ചിന്തിക്കുക, ഈ BJP ഇവിടെ സമരം ചെയ്യണ്, യൂത്ത് കോൺഗ്രസ് ഇവിടെ സമരം ചെയ്യണ്, SFI ഇവിടെ സമരം ചെയ്യണ്. നിങ്ങൾ ധൈര്യം അവിടെ പോയി സമരം ചെയ്യും. കേരളത്തിലെ ആൾക്കാർ എന്ത് പഠിച്ചു? പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പൊ അതിൽ കിടക്കാം. ഒപ്പം തന്നെ ഞാൻ വേറൊരു ഏഷ്യാനെറ്റ് ന്യൂസിൽ തന്നെ ഒരു ബൈറ്റ് കണ്ടു. ഒരു ഹിന്ദി ആക്ടർ CJPനെ സപ്പോർട്ട് ചെയ്തൊരു വീഡിയോ അത് ഏഷ്യാനെറ്റിൽ കാണിക്കുന്നു. അപ്പൊ അതിന്റെ അടിയിൽ കുറെ അന്തം BJPക്കാർ വന്ന് കമന്റ് ചെയ്യുക. അതായത് ഇയാൾക്ക് ഇത് എന്താ അറിയാം, അല്ലെങ്കിൽ ഇയാൾ എന്തിട്ടാണ് കാണിക്കണേ, ഈ PSC ക്രമക്കേടിനെ പറ്റി ഒന്നും പറയാനല്ലോ, PSC ക്രമക്കേട് നടന്നപ്പോ ഒന്നും മിണ്ടണല്ലോ. എനിക്ക് ചിരിയല്ല പറയാം, സഹതാപ തോന്നണം. അതായത് ഒരു ഹിന്ദി നടൻ CJPനെ സപ്പോർട്ട് ചെയ്ത് ഉള്ള വാർത്ത ഏഷ്യാനെറ്റിൽ വരുന്നത്. അപ്പൊ അതിന്റെ അടിയിൽ ഈ ഹിന്ദി നടൻ തെറി വിളിക്കുന്നത് ആരാ? കേരളത്തിലെ BJPക്കാർ. എന്ത് പറഞ്ഞിട്ട്? കേരളത്തിലെ PSC ക്രമക്കേട് എന്ന് പറഞ്ഞിട്ട്. പറഞ്ഞ മനസ്സിലായ? ഈ കേരളത്തിലെ PSC ക്രമക്കേട് എങ്ങനെ ഈ ഹിന്ദിക്കാരനറിയാം? ഇതൊന്നും ചിന്തിക്കാനുള്ള ബോധമല്ലേ ഇവർക്ക്? അല്ല, എനിക്ക് അറിയാണ്ട് ചോദിക്കുക. കാരണം ചെയ്യുന്ന PSCകളുടെ ക്രമക്കേട് എന്ന് പറഞ്ഞിട്ട് ഈ ഹിന്ദി നടനെ തെറി വിളിക്കുന്നത് എനിക്ക് ഇതിന്റെ ഒരു ലോജിക്ക് മനസ്സിലാണ്. ഈ അന്തം എന്ന് പറഞ്ഞ ഇത്രയ്ക്ക് അന്തം ഉണ്ട്. ഈ അന്തം കമ്മികൾ, അന്തം കൊങ്ങികളൊക്കെ ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ ഈ അന്തം സംഖ്യകളുടെ ഒരു ലെവൽ എനിക്ക് മനസ്സിലാവുള്ളൂ. ഇവര് എന്ത് റേഞ്ചിൽ ഇവര് അന്തംനെസ് പറഞ്ഞ മനസ്സിലായില്ല. അപ്പൊ അതൊക്കെ ഒരു ഘടകം. പിന്നെ അതുപോലെ തന്നെ BJPക്കാര് ഇപ്പൊ ശ്രീജിത്ത് പണിക്കരും അല്ലെങ്കിൽ BJP അനുകൂല ഹാൻഡിൽസും ഒക്കെ BJPനെ വെള്ളപൂശാനും അല്ലെങ്കിൽ പോലീസുകാരായി ഡൽഹി പോലീസിനെ വെള്ളപൂശാനും കുറെ ശ്രമിക്കുന്നുണ്ട്. അതായത് CJP പിള്ളേരാണ് അക്രമം അഴിച്ചുവിട്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസുകാർ നിഷ്കളങ്കരാന്നൊക്കെ വീഡിയോസ് ഒക്കെ നമ്മുടെ ഏഷ്യാനെറ്റ് ന്യൂസിൽ വരുന്ന വീഡിയോസ് അല്ല. അല്ലാണ്ട് നിങ്ങൾ മറ്റേ സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ ട്വിറ്ററും Instagramൊക്കെ എടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പിള്ളേർക്ക് കിട്ടുന്ന അടിക്ക് കഴിയും കണക്കില്ല. എനിക്ക് അവിടെ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഈ 18+ ആയതുകൊണ്ട്. ഒരു വീഡിയോയിലുണ്ട് ഒരു പയ്യനെ ഒരു 10-20 പോലീസ് മറ്റേ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് എവിടെയാണ്ട് കൊണ്ട് ഇറക്കിയിട്ട് താലേമിക്ക് അടിക്കുന്ന അടിച്ചിട്ട്. പറഞ്ഞ മനസ്സിലായ? നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും. കേരള പോലീസ് അന്ന് പിണറായി വിജയന്റെ പോലീസ് 1-2 തല്ലി പോലും നല്ല അടിച്ച് പൊളിക്കും. ഒരു ചെക്കൻ്റെ കൈയൊക്കെ അവിടെ പൊളിഞ്ഞ് ചോര വരണേ. ഒരു വേറെ വീഡിയോ ഉണ്ട്, ഒരു പെൺകുട്ടിയുടെ ബാക്കിൽ ലാത്തി ചൂത്തിന്. പറഞ്ഞ മനസ്സിലായി? ഇതൊക്കെ BJP ഇതൊക്കെ എങ്ങനെ ന്യായീകരിക്കാൻ എനിക്ക് മനസ്സിലാവില്ല. പറഞ്ഞ മനസ്സിലായി? ഇപ്പൊ ഈ CJP ഈ നീറ്റ് പരീക്ഷയിലത്തെ ക്രമക്കേടിലത്തെ മെറിറ്റും ഡിമെറിറ്റും ഒക്കെ വേറെ. പക്ഷെ പിള്ളേരെ ആക്രമിക്കണതൊക്കെ നമുക്ക് കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങളാ. ഇപ്പൊ ഏഷ്യാനെറ്റ് ന്യൂസ് കാണുന്നവർക്ക് മാത്രം അത്, അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് മാത്രം കണ്ട് വിശ്വസിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഇതൊന്നും അറിയില്ല. കാരണം അതിൽ ഇത് കാണിക്കില്ലേ വ്യക്തമായിട്ട്. അപ്പൊ ഇതൊക്കെ നടക്കുന്നുണ്ട്. പറഞ്ഞ മനസ്സിലായ? അത് BJPക്കാർ ഒപ്പം തന്നെ ലാത്തി പിടിച്ച് വരുന്ന പോലീസുകാർ മാത്രമല്ല, ഈ BJPയുടെ RS പ്രവർത്തകരൊക്കെ ലാത്തി പിടിച്ച് തല്ലാൻ വരാ. പറഞ്ഞ മനസ്സിലായില്ല? അതൊന്ന്. പിന്നെ ഈ CJP പിള്ളേരുടെ ഇടയ്ക്ക് ഈ BJP അനുയായികളെ നോഴിന് കയറ്റിയിട്ട് അവിടെ നിന്ന് ആക്രമണം നടത്തിയിട്ട് പോലീസിനെ പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പൊ അതൊക്കെ ഒരു ഘടകം. BJPയുടെ മണ്ടത്തരങ്ങളും അല്ലെങ്കിൽ അവരുടെ കുറെ പൊട്ടത്തരങ്ങളും ഒക്കെ ഒരു ഘടകം. ഒപ്പം തന്നെ എനിക്ക് പറയാനുള്ളത് രാഹുൽ ഗാന്ധിനെ പറ്റിയാണ്. അപ്പൊ അങ്ങനെ രാഹുൽ ഗാന്ധിയുടെ ഡോഗ് ഷോ ഇന്നലെ ഡൽഹിയിൽ അരങ്ങേറി. അത് സോഷ്യൽ മീഡിയയിലും വാർത്തകളൊക്കെ എല്ലാവരും കണ്ടിട്ടായിരിക്കും. അപ്പൊ ആൾക്കാർ ചിന്തിക്കേണ്ടത് എന്താണ് ഡോഗ് ഷോ എന്ന് പറയണ, അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി ഇത്രയും ത്യാഗം സഹിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവല്ലേ? ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പൊ സോനം വാങ്ചക് ജൂൺ 28 ഒരു നിരാഹാര സമരം സ്റ്റാർട്ട് ചെയ്തു.
കറക്റ്റ് 20-21 ദിവസം കഴിഞ്ഞപ്പോൾ BJPയുടെ ഗവൺമെന്റ് ബലം പ്രയോഗിച്ച ആളെ ആശുപത്രിക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ ഈ 20 ദിവസം ഈ സോനം വാങ്ചുകിനെ കാണാനോ സപ്പോർട്ട് അറിയിക്കാനോ രാഹുൽ ഗാന്ധിയോ കോൺഗ്രസ്സുകാരോ ഒരാളും വന്നില്ല, മനസ്സിലായില്ലേ? അത് കഴിഞ്ഞിട്ട് 2 ദിവസം മുമ്പ് ഈ CJPയുടെ പ്രവർത്തകർ പിള്ളേരെ പോലീസ് തല്ലി ചതച്ച് കൈയും കാലൊക്കെ അടിച്ച് പൊളിച്ചു, എല്ലാവരും കണ്ടായിരിക്കും. അത് കഴിഞ്ഞപ്പോ രാഹുൽ ഗാന്ധിക്ക് നിവൃത്തിയില്ല. ഇനി ഇതിൽ അടപ്പെട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി രാഹുൽ ഗാന്ധിക്കുള്ള ശരിക്കുള്ള ബേസ്, അതായത് സപ്പോർട്ടേഴ്സ് എന്ന് പറയുന്നത് ഈ സോ കോൾഡ് എഡ്യൂക്കേറ്റഡ് ലെഫ്റ്റ് ആണ്. അപ്പൊ ഈ എഡ്യൂക്കേറ്റഡ് ലെഫ്റ്റ് ഓട്ടോമാറ്റിക്കലി രാഹുൽ ഗാന്ധിയുടെ ഈ തനിനിറം മനസ്സിലാക്കി തുടങ്ങിയെന്ന് മനസ്സിലായപ്പോ രാഹുൽ ഗാന്ധി പുറത്തിറങ്ങി. ഞാൻ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. പുറത്തിറങ്ങി, രണ്ട് ആശുപത്രി സന്ദർശിച്ചു. ഈ സോനം വാങ്ചുകിനെ കാണാൻ രാഹുൽ ഗാന്ധി പോകാണ്ടിരുന്ന പല കാര്യങ്ങളിൽ ഒരു മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അഥവാ രാഹുൽ ഗാന്ധി അവിടെ പോയിരുന്നെങ്കിൽ ഈ സെന്റർ ഓഫ് അട്രാക്ഷൻ രാഹുൽ ഗാന്ധി ആയിരിക്കില്ല, സോനം വാങ്ചുക് ആയിരിക്കും. കാരണം ഈ നീറ്റ് പരീക്ഷയിലത്തെ ക്രമക്കേട് അല്ലെങ്കിൽ ആ ഇഷ്യൂവിന് വേണ്ടി ഇത്ര അധികം എന്താ പറയാ ഒരു വോയിസ് ഉയർത്തിയത് രാഹുൽ ഗാന്ധി അല്ല, ഈ സോനം വാങ്ചുകും CJP ആണ്. അത് മാത്രമല്ല CJPയുടെ ഒരു വളർച്ച രാഹുൽ ഗാന്ധിനെ, BJPനെ മാത്രമല്ല പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിനെ പേടിപ്പിച്ചിട്ടുണ്ട്, പറഞ്ഞു മനസ്സിലായില്ല. കാരണം ഈ രാഹുൽ ഗാന്ധിക്ക് ചെയ്യാൻ പറ്റാത്ത പലതും ഇവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ രാഹുൽ ഗാന്ധി ഇപ്പൊ മറ്റേ ഗാന്ധിയൊക്കെ ഒരുപാട്, നമ്മുടെ വലിയ ഗാന്ധി ഉണ്ടല്ലോ, പുള്ളിക്കാരൻ ഒരുപാട് ഉപ്പസത്യാകാരവും മറ്റേ നടത്തിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി എന്ത് നടത്തിയിട്ടുണ്ട്? ലക്ഷറി ലൈഫ് ജീവിച്ച് AC കാറിൽ അവിടെ പോകാൻ കുറെ നടക്കും, ഇതൊക്കെ ചെയ്യണമല്ലോ. അതിന്റെ അപ്പുറത്തോടൊന്നും ചെയ്തിട്ടൊന്നുമില്ല, ബോധമുള്ളവർക്ക് മനസ്സിലാവും. അപ്പൊ ഈ സെന്റർ ഓഫ് അട്രാക്ഷൻ സോനം വാങ്ചുക് കൊണ്ടുപോകുന്ന രാഹുൽ ഗാന്ധിക്ക് അറിയാം. അതുകൊണ്ട് പുള്ളിക്കാരൻ അവിടെ അപ്പിയർ ചെയ്തില്ല. അത് കഴിഞ്ഞ് ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് നീക്കി പിള്ളേര് തല്ലും വാങ്ങിപ്പോയി. ഇനി ഇടപെട്ടില്ലെങ്കിൽ എന്തുണ്ടാവും വെച്ചാൽ ഓട്ടോമാറ്റിക്കലി ഒരുപാട് ലെഫ്റ്റ് ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ രാഹുൽ ഗാന്ധിനെ കോൾ ഔട്ട് ചെയ്ത് തുടങ്ങി. അതായത് രാഹുൽ ഗാന്ധി സപ്പോർട്ട് അറിയിക്കണില്ല, അല്ലെങ്കിൽ വിദേശത്ത് മാത്രം പോവുള്ളൂ, അല്ലെങ്കിൽ കാര്യമായിട്ടൊന്നും ചെയ്യണില്ല എന്നൊക്കെ ആൾക്കാർ കുത്തിപ്പൊക്കി തുടങ്ങി. വേറെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ ഈ അക്യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ രാഹുൽ ഗാന്ധി നിവൃത്തിയില്ലാണ്ടായി. ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിക്ക് മനസ്സിലായി ഇനി വെറുതെ ഇവർ ആശുപത്രി പോയി കണ്ട് സപ്പോർട്ട് അറിയിച്ചാലൊന്നും വലിയ കാര്യമില്ല, സോനം വാങ്ചുകോ അല്ലെങ്കിൽ പിള്ളേര് തല്ല് വാങ്ങിയതിന്റെ മേലെ എന്തെങ്കിലും ചെക്ക് വയ്ക്കണം, പറഞ്ഞു മനസ്സിലായി. അപ്പൊ രാഹുൽ ഗാന്ധിക്ക് മനസ്സിലായി. അപ്പൊ രാഹുൽ ഗാന്ധി ചെയ്ത കാര്യം എല്ലാവരും ആലോചിക്കുക. അതായത് CJPക്ക് സപ്പോർട്ട് കൊടുത്ത അല്ലാണ് പോയത്, ആള് മോദിയുടെ വസതിക്ക് മുമ്പിൽ പോയിരുന്നിട്ട് മോദി രാജിവെക്കണം എന്ന് പറഞ്ഞു. വിഷയത്തിന് അപ്പാടെ മാറ്റി, പറഞ്ഞു മനസ്സിലായ ആൾക്കാർ ചിന്തിക്കുക. അപ്പൊ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് അറിയാം മോദിയുടെ വസതിക്ക് മുമ്പിൽ പോയിരുന്ന എന്തായാലും പോലീസുകാർ പിടിച്ചു മാറ്റും ബലം പ്രയോഗിച്ച്. അതാണ് രാഹുൽ ഗാന്ധി വേണ്ടത്, ബോധമുപയോഗിക്കുക. അതായത് ഇപ്പൊ എന്തുണ്ടായി, വാർത്തയിൽ സോനം വാങ്ചുകോ അല്ലെങ്കിൽ CJPയോ ഒന്നല്ല മെയിൻ ആയിട്ട്. ഇപ്പൊ കേരളത്തിന് എടുത്തു നോക്കി കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ വലിച്ചഴിച്ചു കൊണ്ടുപോയി. അതാണ് രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയിരുന്നത്. ആൾക്കാർ ചിന്തിക്കുക, ഈ വലിച്ചഴിച്ച് കൊണ്ടുപോയി ഒരു തല്ലും കിട്ടിയിട്ടില്ല, വലിച്ചഴിച്ച് കൊണ്ടുപോയിട്ട് 3 മണിക്കൂർ കഴിയുമ്പോൾ വിട്ടഴിച്ചു. രാഹുൽ ഗാന്ധി AC കാറിൽ പോയി. ഇന്ന് കാലത്ത് കറുത്ത റിസൾട്ട് വന്ന് പാർലമെന്റിൽ ഷോ. ഇത് ആൾക്കാർക്ക് മനസ്സിലാവണ്ട. അതായത് രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയിരുന്നത് നടന്നു. അതായത് ഈ സെന്റർ ഓഫ് അട്രാക്ഷൻ ഒരിക്കലും സോനം വാങ്ചുകിലേക്കോ CJPക്ക് പോകാൻ പാടില്ല. CJPക്ക് ഇപ്പോഴും അട്രാക്ഷൻ ഉണ്ട്, പക്ഷെ സോനം വാങ്ചുകിനെ ആൾക്കാർ മറന്നു തുടങ്ങി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ രാഹുൽ ഗാന്ധിനും സോനം വാങ്ചുകിനെ എടുത്തു കഴിഞ്ഞാൽ 3 വയസ്സിന്റെ ഡിഫറൻസ് ഉള്ളവർ. ഈ സോനം വാങ്ചുക് ആണെങ്കിൽ രാഹുൽ ഗാന്ധിയേക്കാൾ സോ കോൾഡ് എഡ്യൂക്കേറ്റഡ് ലെഫ്റ്റിന് എന്തുകൊണ്ട് യോഗ്യൻ ഈ സോനം വാങ്ചുക്. കാരണം ലക്ഷറി ലൈഫില്ല, ഭയങ്കര എഡ്യൂക്കേഷണൽ റിഫോർമർ, ക്ലൈമറ്റ് ആക്ടിവിസ്റ്റ് അല്ലെങ്കിൽ എഞ്ചിനീയർ, എല്ലാം കൊണ്ടും പിന്നെ എന്ന് പറയുക ലക്ഷറി ലൈഫ് ജീവിക്കാനല്ലേ. അപ്പൊ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിയേക്കാൾ ലെഫ്റ്റിന് യോഗ്യൻ ഇങ്ങേരാ, പറഞ്ഞു മനസ്സിലായില്ലേ? അത് മാത്രമല്ല ഹങ്കർ സ്ട്രൈക്ക്, അതായത് രാഹുൽ ഗാന്ധിക്ക് ഒന്നും ചിന്തിക്കാൻ പറ്റില്ല 20 ദിവസം പട്ടിണി നടക്കുക എന്നുള്ളത്, പറഞ്ഞു മനസ്സിലായില്ലേ? സ്വന്തം ഹെൽത്ത് കളഞ്ഞിട്ട്. ഞാൻ അതിനെ സപ്പോർട്ടീവ് അല്ല, സ്വന്തം ഹെൽത്ത് കളഞ്ഞ ഇങ്ങനത്തെ കാര്യം ചെയ്യണേ യോജിപ്പില്ലാത്തതാണ്. പക്ഷെ അങ്ങനെ ഒന്നും രാഹുൽ ഗാന്ധി ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെ മനസ്സിലായ രാഹുൽ ഗാന്ധി എന്ത് ചെയ്തു, ഈ ഒരു പൊളിറ്റിക്കൽ ഗെയിം മുന്നോട്ട് വെച്ചു. ഇതാണ് എനിക്ക് മനസ്സിലായ കാര്യം. പിന്നെ എന്നിട്ട് രാഹുൽ ഗാന്ധിയുടെ ഒപ്പമുള്ള ആൾക്കാർ നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും. ഇപ്പൊ KC വേണുഗോപാൽ, മല്ലികാർജുൻ ഖാർഗെ, പിന്നെ ഇന്നലെ നമ്മുടെ ഷാഫി പറമ്പിൽ രാഹുൽ ഗാന്ധിനെ പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ വന്നു. ഇവരൊന്നും രാഹുൽ ഗാന്ധി പിന്തിരിപ്പിക്കില്ല. കാരണം ചെയ്യുന്നത് ഇപ്പൊ ഷാഫി പറമ്പിൽ ഒരിക്കലും പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്തേക്ക് വരാൻ പറ്റില്ല, മുസ്ലിം ആയതുകൊണ്ടെന്ന് രാഹുൽ ഗാന്ധിക്ക് അറിയാം. ഒപ്പം തന്നെ KC വേണുഗോപാലും മല്ലികാർജുൻ ഖാർഗെയൊന്നും അത്രയും കപ്പാസിറ്റി ഇല്ലാത്ത ആൾക്കാരാന്ന് പറയാം, അവരും വരില്ല എന്നറിയാം. അങ്ങനെയുള്ളവരെ മാത്രമേ രാഹുൽ ഗാന്ധി പ്രോത്സാഹിപ്പിക്കുള്ളൂ, ഒപ്പം നിർത്തുള്ളൂ. അല്ലാണ്ട് ഇപ്പൊ സോനം വാങ്ചുക് അല്ലെങ്കിൽ ഈ CJPയുടെ അഭിജിത് ദീപ്കെ ഇങ്ങനെയുള്ളവരൊന്നും രാഹുൽ ഗാന്ധി അധികം ഉയർത്തില്ല. ഇപ്പൊ മറ്റേ നമ്മുടെ കേജ്രിവാളിനെ പൂട്ടിയതും അല്ലെങ്കിൽ മമതേനെ തോൽപ്പിച്ചാലൊക്കെ രാഹുൽ ഗാന്ധി പങ്കുണ്ട്, പറഞ്ഞു മനസ്സിലായില്ലേ? അതൊക്കെയാണ് ഇപ്പൊ നടക്കുന്നത്. എല്ലാവർക്കും ഇപ്പോ രാഹുൽ ഗാന്ധി മോദിക്ക് ഏകദേശം ഒരുപോലെ തന്നെ. കാരണം രണ്ടുപേർക്കും വേണ്ടത് ഇപ്പൊ എല്ലാവരും പറയും രാഹുൽ ഗാന്ധിക്ക് താല്പര്യമില്ലാണ്ടാണ് പ്രതിപക്ഷ നേതാവായത്. വെറുതെ ഈ പവർ ഉപയോഗിക്കാൻ അറിയുന്നുണ്ടെങ്കിൽ ഈ പവറിനോളം ലഹരി തരുന്ന വേറെ സംഭവം ലോകത്തില്ല. അത് അറിയണവർക്ക് അറിയാം, പറഞ്ഞു മനസ്സിലായില്ലേ?